നമസ്കാരം. 18-19 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീം എന്ന സഹോദരൻ ഇതുവരെയായിട്ട് ജയിൽ മോചിതനായിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഏകദേശം 34 കോടിയോളം രൂപയാണ് അദ്ദേഹത്തിനെ ജയിൽ മോചനത്തിനുമായി സമാഹരിച്ചിട്ട് നമ്മളുടെ കേരളം അല്ല, മലയാളികളുമല്ല എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മോചനം നമ്മൾ എല്ലാവരും തുടർന്നുള്ള ആ ത്യാഗത്തിൻ്റെ ഫലമായി 34 കോടി രൂപ ആ ഒരു കുടുംബത്തിന് കൈമാറുകയും ആ ഒരു ദയാവധത്തിൽ നിന്നും കഴിച്ചിലാക്കുകയും ചെയ്യും. പക്ഷേ ഇതുവരെയായിട്ട് അദ്ദേഹത്തിൻ്റെ മോചനം ഇതുവരെ ആ ഒരു ജയിലിൽ നിന്ന് മോചനം ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, വരുന്ന കുറച്ച് മുമ്പുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതായത് കോടതി ആ ഓരോ വിധിയും മാറ്റി 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 വെച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 7ാമത്തെ തവണയാണ് ആ ഒരു വിധി മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദുഃഖകരമെന്ന് തന്നെ പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വർഷം തോറും അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർഷം, ഏകദേശം 18-19 വർഷത്തോളം അദ്ദേഹം സൗദി ജയിലിൽ കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് സുമനസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് ഈ ഒരു ഫണ്ട് സ്വരൂപിക്കാനും അതുപോലെ തന്നെ ആ ഒരു സൗദി കുടുംബത്തിന് ആ ഒരു പണം എത്തിക്കാനും ഒക്കെ സാധിച്ചത്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മോചനം ഇതുവരെ ആയിട്ടില്ല എന്നുള്ളത് വളരെ വിഷമം തന്നെയാണ്. ഉന്നതർ ഇതിനു വേണ്ടിയിട്ട് ഇടപെടണം എന്നുള്ള ഒരു താല്പര്യമാണ് ഇപ്പോൾ ഇതുവരെയുള്ള പ്രകടനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ തന്നെ അബ്ദുറഹീമിന് നല്ലൊരു മോചനം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. ഫറൂഖ് സ്വദേശിനായ അബ്ദുറഹീം കൈയബദ്ധത്താൽ അറിയാതെ പറ്റിപ്പോയ ഒരു മരണത്തിനിടയായ ഒരു സൗദി ബാലന് ഉണ്ടായ ഒരു മരണത്തിൽ ആ ഒരു കുടുംബവും അബ്ദുറഹീമിൻ്റെ കുടുംബവും അതുപോലെ തന്നെ ആ ഒരു സൗദി കുടുംബവും മാപ്പ് കൊടുക്കുകയും, അതായത് അബ്ദുറഹീമിൻ്റെ കുടുംബം ആ ഒരു കുടുംബത്തോട് അവരാവശ്യപ്പെട്ട പണം കൊടുക്കുകയും അതുപോലെ തന്നെ അവർ മാപ്പ് കൊടുക്കുകയും കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടും ആ ഒരു കുടുംബത്തിന്, അതായത് അബ്ദുറഹീമിൻ്റെ കുടുംബത്തിന് ഇതുവരെ നീതി ലഭിച്ചില്ല എന്ന് തന്നെ പറയാം. കാരണം ആ ഒരു മരിച്ച ബാലൻ്റെ കുടുംബത്തിന് അവരാവശ്യപ്പെട്ട പ്രകാരമുള്ള പണം കൊടുക്കുകയും ചെയ്തു. പക്ഷെ അതിലവർ സംതൃപ്തിപ്പെടുകയും അവർ മാപ്പ് കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇതുവരെയായിട്ടും ആ ഒരു പണം കൊടുത്ത ആ ഒരു കുടുംബത്തിന് ഇതുവരെ അർഹിക്കുന്ന ഒരു മോചനം ഇതുവരെ ലഭിച്ചിട്ടില്ല. വളരെ ദുഃഖകരം തന്നെയാണ്. തുടർ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് ഒരു മോചനം ഉണ്ടാവും. ലോകം എന്നല്ല, എല്ലാ മലയാളികളും ഏറ്റെടുത്തൊരു സംഭവമാണ്. കാരണം അബ്ദുറഹീമിൻ്റെ മോചനം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അബ്ദുറഹീമിൻ്റെ മോചനത്തിന് ഫറൂഖ് എന്നല്ല, കേരളം എന്നല്ല, മലയാളികൾ ഒന്നടക്കം പല ഭാഗത്തു നിന്നും, പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ബോബി ചെമ്മണ്ണൂരാണ്. ബോച്ചെ എന്നറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂർ, ഇൻ്റർനാഷണൽ ജ്വല്ലേഴ്സിൻ്റെ ഓണർ. അദ്ദേഹമാണ് കൂടുതൽ ഈ ഒരു പ്രവണതയ്ക്ക് മുന്നിൽ നിന്ന്. കാരണം യാചിച്ചുകൊണ്ടായാലും പല രീതിയിലായാലും പല ആളുകൾ കിട്ടും. കാരണം അദ്ദേഹം മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടിയിട്ട് സന്നദ്ധ പ്രവർത്തനം നടത്തിയ ഒരുപാട് ആളുകളുണ്ട്, രാവും പകലുമില്ലാതെ. അവരൊക്കെ ഒരു പ്രയത്നം കൊണ്ടാണ് ഈ ഒരു ഫണ്ട് സ്വരൂപിക്കാൻ, അതുപോലെ തന്നെ അബ്ദുറഹീമിന് ഒരു മോചനം മോചിപ്പിക്കാനുള്ള ഫണ്ട് സ്വരൂപിച്ച് ആ ഒരു സൗദി ഗവൺമെൻറ്റിലേക്ക് എത്തിക്കാൻ അതിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ട് ആളുകളുമാണ് KMCC പോലുള്ള ഇതിൻ്റെ അബ്ദുറഹീമിൻ്റെ ഒരു സംഘടന തന്നെയുണ്ട് സൗദിയിൽ തന്നെ, റിയാദിൽ തന്നെ. അപ്പോൾ എന്ന് വെച്ചാൽ അവരും ഒരു നല്ലൊരു പങ്ക് തന്നെ ഇതിൽ വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അവസാനം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ നമുക്കറിയാം, ആ ഫണ്ട് സൗദി കുടുംബത്തിന് കൈമാറിയതിന് ശേഷം അബ്ദുറഹീമിൻ്റെ ഉമ്മ അബ്ദുറഹീമിനെ കാണാൻ പോയിരുന്നു. അതുപോലെ തന്നെ ഉമ്മാനെ സന്ദർശിച്ചു, വിസിറ്റ് ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ ഒരു ഉംറ നിർവഹിച്ചിട്ടൊക്കെയാണ് ആ ഉമ്മ തിരിച്ചു വന്നത്. എന്നിരുന്നാൽ പോലും അബ്ദുറഹീമിനെ കാണാനുള്ള ഒരു ആഗ്രഹം ആ ഒരു ഉമ്മാക്കും സാധിച്ചു. തുടർ ദിവസങ്ങൾ എന്തായാലും അബ്ദുറഹീം തിരിച്ചു വരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് കേരളം മൊത്തം. എല്ലാ ദിവസങ്ങളും തന്നെ അബ്ദുറഹീം ഇനി നമ്മൾക്ക് ഇടയിൽ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഏതായാലും ഇനിയുള്ള കോടതി വിധി ഏതായാലും അടുത്ത 7ാമത്തെ ഒരു നീട്ടിവെക്കലാണ് ഇപ്പോൾ നീട്ടിവെച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വിധി ഇനിയിപ്പോൾ എന്താവും എങ്ങനെയാവും ഒന്നും അറിയത്തില്ല. പക്ഷേ എന്തായാലും അടുത്ത വിധിയോടുകൂടി അബ്ദുറഹീം ജയിൽ മോചിതനാവട്ടെ എന്നുള്ളൊരു ഒരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. കാരണം വെച്ചാൽ ഒരുപാട്, ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. കാരണം ആ ഒരു ഒരുപാട് ത്യാഗം, ഏകദേശം 18-19 വർഷത്തോളം ജയിലിൽ കഴിയാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. കയ്യബദ്ധത്താലൊക്കെ പറ്റിപ്പോയി അങ്ങനെയൊക്കെ പറ്റിപ്പോയി കഴിഞ്ഞാലും നമ്മളെ കയ്യാൽ പറ്റി. എന്നിരുന്നാലും എല്ലാവരുടെ സഹായത്തോടു കൂടി അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമാക്കി കൊടുക്കാൻ കഴിഞ്ഞു. അതായത് ആ ഒരു വധശിക്ഷയിൽ നിന്നും
മോചിപ്പിക്കാൻ കഴിഞ്ഞു. ഇനി ആ ജയിൽ മോചിതരാവാനുള്ള കുറച്ച് ദിവസങ്ങൾ വല്ലാതെ ദിവസങ്ങൾ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ഇനിയുള്ള എന്താ പറയുക ദിവസങ്ങൾ ഉടനടി, അതായത് അബ്ദുറഹീമിൻ്റെ മോചനം ഉടനടി ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. എന്നാൽ കുടുംബം വളരെ ഇപ്പോൾ എന്താ പറയുക, അവർ ഒരു മാധ്യമ പ്രവർത്തകർക്ക് മുന്നും അവർ എന്താണ് സംസാരിക്കാനോ പ്രതികരിക്കാനോ ഒന്നും വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അവർ ആദ്യം എൻ്റെ മകനെ ഒന്ന് കാണട്ടെ എന്നാണ് ആ ഉമ്മ പറയുന്നത്. കാരണം ആ ഉമ്മക്ക് ആ മകനെ ഒരു നിമിഷം ഒന്ന് കണ്ടാൽ മതി. അപ്പം ആ ഒരു നിമിഷത്തിന് നമ്മൾ ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നതും അതുപോലെ തന്നെ അവരോട് ഒരു കാര്യങ്ങൾ ചോദിക്കുന്നതും ശരിയല്ല എന്ന് തോന്നി. പക്ഷേ ഇതുവരെ കിട്ടിയ ന്യൂസ്, സൗദിയിൽ നിന്ന് കിട്ടിയ ന്യൂസ് എന്ന് വെച്ചിട്ടാണ് വളരെ എന്താ പറയുക, ഓരോ സിറ്റിംഗ് ഇരിക്കുമ്പോൾ പോലും മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. 7 തവണ മാറ്റി വെച്ചു. അടുത്ത പ്രാവശ്യം എങ്കിലും ആ ഒരു എന്താണ് ജയിൽ മോചിതനാകാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി ഒരുപാട് ആളുകൾ, നല്ല സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ ഒരുപാട് സുമനസ്സുകളും പോലും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. ഏതായാലും ഇനി അബ്ദുറഹീമിൻ്റെ അപ്ഡേഷൻ ഏതായാലും തുടർ ദിവസങ്ങൾ തന്നെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.